നമസ്കാരം സുദർശൻ ചേട്ടാ. നമസ്കാരം. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. എവിടുന്ന് വരുന്നു? ഞാൻ പന്തളമാണ് എന്റെ സ്ഥലം. നേരത്തെ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു ഒരു 10-22 വർഷങ്ങൾക്ക് നേരത്തെ. കുറച്ചു കാലമാണ് ഞാൻ ആർട്ട് വർക്കാണ് എന്റെ മെയിൻ സംഭവം. പിന്നെ ഗൾഫിലായിരുന്നു കുറച്ചു കാലം. അടിപൊളി. കുറച്ചു കാലം മിമിക്രിയും കൊണ്ട് നടന്നിട്ട് പിന്നെ നമ്മള് ജീവിതമാർഗം തേടി ഗൾഫിൽ പോയി. പിന്നെ അവിടെയും ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ഷോ ചെയ്യാൻ പറ്റുമായിരുന്നു അവിടെ? ഈ ഓണാഘോഷം അങ്ങനെ വഞ്ചിപ്പാട്ട് അങ്ങനെ കലാപരമായിട്ടൊക്കെ പോവെങ്കിൽ തന്നെയും അവിടുത്തെ ദുബൈയിലെ അയ്യപ്പന്റെ അമ്പലം നമ്മളാണ് പണിതിരിക്കുന്നത്. ദുബായിലെ അതുപോലെ തന്നെ മുത്തപ്പന്റെ അമ്പലം. അതെ അതെ. സുദർശനൻ പന്തളം എന്ന് പറയും. അതുപോലെ മുത്തപ്പന്റെ അമ്പലം. പന്തളത്ത് നമ്മുടെ ശബരിമലയ്ക്ക് കൊണ്ടുവന്ന തിരുവാഭരണമുണ്ട്. അതില് 22 പേരിൽ ഒരാളാണ്, തിരുവാഭരണം എടുക്കുന്ന ഒരാളാണ്. പിന്നെ അതുകൂടാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ രണ്ടുപേരുണ്ട്, ദേവതീർത്ഥ അശ്വദേവ്. അവർ രണ്ടുപേരും ഈ പ്രോഗ്രാമിന്റെ ആൾക്കാരാണ്. അപ്പൊ അവര് ഇത് കണ്ടിട്ട് അച്ഛാ പോയി ഒന്ന് ഇതേലേക്ക് പരിപാടിയൊക്കെ ഒന്ന് പങ്കെടുക്കുക ഇങ്ങനെ നമ്മളെ ഇങ്ങനെ പറയും കൂടെ. പക്ഷെ ഭഗവാനാണ് സത്യം, ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഇങ്ങനെ ഒന്ന് കിട്ടുമെന്ന് കേട്ടോ. ചേട്ടനാണോ തീരുമാനിക്കുന്നത്? അല്ല, അതല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് അറിയാതെ, അതായത് എന്താ പറയുന്നത്, വീണ് കിട്ടിയ ഒരു ഭാഗ്യം അല്ല ഒരു സൗഭാഗ്യം. നമ്മുടെ ഈ താരവിളയാട്ടത്തിന് ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ്. അതായത് ഒരുപാട് ആൾക്കാരുണ്ട് കലയുള്ളത്. അപ്പൊ ചേട്ടനൊക്കെ ഇവിടെ വന്ന് പെർഫോം ചെയ്യുന്നതാണ് നമ്മുടെ സന്തോഷം. ചേട്ടൻ മിമിക്രി എന്തൊക്കെയാണ് നോർമലി ചെയ്യാറുള്ളത്? തീർച്ചയായിട്ടും ഭഗവാൻ, ഞാൻ അയ്യപ്പ ഭക്തനാണ്. അയ്യപ്പൻ തന്ന ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. നമ്മുടെ മലയാള ഭക്തിഗാന രംഗത്ത് ഏറ്റവും ഫേമസ് ആയിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ ജയവിജയൻ എന്ന് പറയും. ജയവിജയന്മാർ പാടി ഫേമസ് ആക്കിയ ഒരു പാട്ട് എല്ലാവർക്കും വേണ്ടി പാടാം. അയ്യപ്പ ദിന്തകത്തോ സ്വാമി ദിന്തകത്തോ, അയ്യപ്പ ദിന്തകത്തോ സ്വാമി ദിന്തകത്തോ, വണ്ടിപ്പെരിയാറും മേടും നടപ്പാതയാക്കി, ഇണ്ടലൊക്കെ ഇരുമുടിയായി ശിരസിന്മേലേന്തി, കണ്ടകങ്ങൾ വാഴുമയ്യ കലികാല ദേവ, കണ്ടു നിന്നെ കുമ്പിടുവാൻ വരവായി ഞങ്ങൾ. അയ്യപ്പ ദിന്തകത്തോ സ്വാമി ദിന്തകത്തോ, അയ്യപ്പ ദിന്തകത്തോ സ്വാമി ദിന്തകത്തോ. ഇനിയുണ്ടോ ഇതുപോലെ പെർഫോമൻസ്? പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഭാഗവതം സപ്താഹമൊക്കെ നടക്കുന്ന ഒരു വലിയ സംഭവം എല്ലാ ക്ഷേത്രങ്ങളിലും കാണും. ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ പിന്നെ പാവമ്പ രാധാകൃഷ്ണൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ ഒരു ഗാനത്തിന്റെ ആദ്യം നമുക്കൊന്ന് കേൾക്കാം. അവതാരമായി അവതാരമായി ആനന്ദശായി ദേവൻ അവതാരമായി, കൺമഷഹരൻ ദേവൻ കാരുണ്യശാലി കൃഷ്ണൻ, കംസന്റെ കാൽ തുറുങ്കിൽ അവതാരമായി, കൺമഷഹരൻ ദേവൻ കാരുണ്യശാലി കൃഷ്ണൻ, കംസന്റെ കാൽ തുറുങ്കിൽ അവതാരമായി, ദക്ഷിണയണ കാലേ ചിങ്ങമാസമതിൽ ഭക്തവത്സലൻ കൃഷ്ണൻ അവതാരമായി. ഒരു ഭജനയുടെ കെട്ടുമുറുക്കിന്റെ അവിടെ ഇരിക്കുന്ന ഒരു ഫീല് വന്നു. സൂപ്പർ ആയിട്ടുണ്ട്. നമ്മൾ നല്ല മൂടാ, നല്ല ഒരു അയ്യപ്പ സീസൺ. അപ്പൊ നമുക്ക് ഒരു സിനിമാ താരത്തെ കൂടെ ചെയ്യാം. അപ്പൊ നമ്മള് കൊല്ലം തുളസിയാണ് ചെയ്യുന്നത്. തലസ്ഥാനത്ത് നിന്നും കൊച്ചിന്നും ഞങ്ങൾ 5-6 പേര് ഓടിപ്പിടിഞ്ഞ് എത്തിയിട്ടും കളക്ടർ അദ്ദേഹത്തിന് സമയമായില്ല പോലും. എടോ കളക്ടറെ, ഇന്നാട്ടിലെ ജനാധിപത്യ സെറ്റപ്പിൽ പ്രോട്ടോകോളിന്റെ ഏത് തട്ടി വെച്ചാലും തന്റെ IAS എന്ന 3 അക്ഷരത്തിനെക്കാട്ടി 10 പേരോട് ജനപ്രതിനിധിക്ക് ഡോൺ ബട്ടൺ അതർവൈസ്. കുറെ വർഷത്തിന് ശേഷമാണ് ഇതൊക്കെ എടുക്കുന്നത്. ആണ്. മിമിക്രിക്ക് അങ്ങനെ പോകാറില്ല. എനിക്കൊന്ന് നമ്മുടെ മാസ്റ്റേഴ്സിനോട് തന്നെ ചോദിക്കാം. യെസ്, പറഞ്ഞോളൂ സിദ്ധ. പാട്ട് പഠിച്ചിട്ടുണ്ടാവോ? ഇല്ല. ഭജനക്കൊക്കെ പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല അസലായിട്ടുണ്ട്, നല്ല സൗണ്ട് അല്ലേ പുള്ളിയുടെ? നല്ല സൗണ്ടാ, നന്നായിട്ടുണ്ട്. അപ്പൊ ദൈവം അനുഗ്രഹിക്കട്ടെ. കുറച്ച് നേരത്തേക്ക് ഇവിടെ ഞങ്ങൾ കോമഡി മാസ്റ്റേഴ്സിന്റെ ജഡ്ജ് ചെയ്യാൻ വന്നിരിക്കാന്നൊന്നും നമുക്ക് തോന്നുകയില്ല. ഞങ്ങക്ക് എന്തോ ഒരു അമ്പലത്തിൽ പോയിരുന്ന പോലെ തോന്നി. ക്ഷീണിതനായ രാജുവേട്ടൻ എനർജറ്റിക് ആയി ഇരിക്കുന്നതും കണ്ടു. എന്തായാലും നന്നായിട്ടുണ്ട് മോനെ. ഓൾ സുദർശനം മാഷേ ഗംഭീരായി. കാരണം അങ്ങയുടെ പ്രസന്റേഷൻ തന്നെ കണ്ടോണ്ടിരിക്കാൻ തന്നെ രസമുണ്ട്. കാരണം ഇവിടെ ഈ താരവിളയാട്ടത്തിന് വന്നിട്ട് പക്ക പ്രൊഫഷണലായിട്ട് പല ആളുകളും വന്ന് പ്രസന്റ് ചെയ്യുന്നതിനേക്കാളും ഡിഫറെന്റ് ആണ്.
ആദ്യം തന്നെ വന്ന് പറഞ്ഞു ഞാൻ പണ്ടങ്ങാണ്ട് മിമിക്രി ചെയ്തതാ. അത് പൊടി തട്ടിയെടുത്തിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുക. പിന്നെ ഇവിടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല, പക്ഷെ വന്നു. അതാണ് സാധാരണക്കാരൻ്റെ ഒരു വേദി തന്നെയാണ് കോമഡി മാസ്റ്റേഴ്സ്. അത്തരത്തിലുള്ള കലാകാരന്മാർ വന്നിട്ട് അവരുടെ ഈ പൊടി തട്ടിയെടുത്തിട്ട് ഞങ്ങളെയൊക്കെ ഞെട്ടിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രകടനമായിരുന്നു. കാരണം അങ്ങയുടെ പാട്ടിന്റെ രീതിയാണെങ്കിലും അനുകരണമാണെങ്കിലും ഒക്കെ തന്നെ നല്ല രസമായിട്ട് തന്നെ വരുന്നുണ്ട്. നല്ല ശബ്ദമാണ് അങ്ങയുടെ, നല്ല പ്ലസന്റ് ആയിട്ട് അങ്ങ് അവതരിപ്പിച്ചിട്ടുണ്ട്. മക്കളോട് പ്രത്യേകം രണ്ടുപേരോടും ഞങ്ങൾ അന്വേഷണം പറയണം. ഹായ് പറയണം. ഓക്കെ ഓക്കെ, താങ്ക് യു. യെസ് രാജേട്ടാ, ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് കലാകാരനാണ് എന്ന് എനിക്ക് മനസ്സിലായി. കാര്യം ഇത്രയും വർഷം കഴിഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാലൻസ് എന്നുള്ള ഒരു സംഭവത്തിനെ ഒരു കുടത്തിനകത്ത് കെട്ടിവെച്ച് നമ്മൾ എത്ര സമുദ്രത്തിൻ്റെ അടിയിൽ കൊണ്ട് അല്ലെങ്കിൽ മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിട്ടാൽ ശരി, ഒരു ദിവസം ആ ടാലൻസ് എവിടെ കൂടെയെങ്കിലും പൊത്ത് വെളിയെ വന്നിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത്രയും വർഷം ഉണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ? പിന്നെ നിങ്ങളുടെ സംസാരത്തിൽ തന്നെ മനസ്സിലായി ആർട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, കലാപരിപാടികൾ, കലയാണ് നിങ്ങളുടെ ജീവിതം, അങ്ങനെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും മറ്റേതിനെ ഉപേക്ഷിക്കാനേ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞത് അതിനോടൊപ്പം സമയം കിട്ടുമ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളും ചെയ്യണം. പ്രത്യേകിച്ച് ഈ ഭക്തിഗാന സുധ, അതിനൊക്കെ നിങ്ങളുടെ ഒരു വോയിസ് ഇപ്പം ജയവിജയന്മാരുടെയൊക്കെ കാണിച്ചില്ല സംഭവം, അതൊക്കെ നമ്മളൊക്കെ ഒരുപാട് കാസറ്റുകളൊക്കെ കേട്ടിട്ടുള്ളതാണ്. ആ ഒരു ഫീല് നിങ്ങൾക്കും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈശ്വരാനുഗ്രഹമുള്ള കലാകാരനാണ്. കീപ് ഇറ്റ് അപ്പ്, നന്നായിട്ട് വരട്ടെ. ഓക്കെ. അപ്പൊ എന്തായാലും ഈ താങ്ക്സ് പറഞ്ഞ് നമ്മൾ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് പരിപാടിയുണ്ട്, അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്ത് പറയാൻ പോകുന്നത്. ആരാണ് പറയാൻ പോകുന്നത്? ഡും 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 ഡും, നമ്മുടെ പ്രിയങ്കരിയായ തെസ്നിക്കാൻ. ഓക്കെ, അപ്പൊ തെസ്നിത, സുദർശൻ ചേട്ടന് 4 സ്റ്റാർ ആണ് ലഭിക്കുന്നത് കോമഡി മാസ്റ്റേഴ്സ് എന്ന ഈ വേദി. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് രാജേട്ടാ, പ്ലീസ് ജോയിൻ us. നമുക്ക് അതൊന്ന് നൽകാം. യെസ്, അപ്പൊ എന്തായാലും സുദർശൻ ചേട്ടൻ ഇനിയും തിരിച്ച് നമ്മുടെ ഈ വേദിയിൽ വരണം. നമ്മളെല്ലാരും കാത്തിരിക്കും. അപ്പൊ എന്തായാലും കോമഡി മാസ്റ്റേഴ്സിന്റെ 4 സ്റ്റാർ ആർട്ടിസ്റ്റ് എന്നുള്ള ലേബിളാണ് ഇപ്പൊ ലഭിക്കുന്നത്. തിരിച്ചു വരണം കേട്ടോ. അതോടൊപ്പം തന്നെ ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഷർട്ടും കൂടെ ലഭിക്കുന്നുണ്ട്. കൺഗ്രാറ്റുലേഷൻ.